ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡിലെ ബ്ലോക്ക് 2-ലെ ഒന്നാമത്തെ യൂണിറ്റാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഗേർത്ത് സൗത്ത്വെൽ ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഴുതിയത്. നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഗേർത്ത് സൗത്ത്വെൽസ് ഈസ് ബ്രിട്ടീഷ് റൈറ്റർ. ഗേർത്ത് സൗത്ത്വെൽസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്, ഇല്ലുസ്ട്രേറ്ററാണ്. അതുപോലെ ആൻഡ് ഫിലോസഫി ഹു കറൻ്റ്ലി റിസൈഡ്സ് ഓൺ സൗത്ത് വാൽസ്. അദ്ദേഹം ഒരു ഫിലോസഫറുമാണ്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് സൗത്ത് വെല്ലാണ്. അതുപോലെ UK വിത്ത് ഹിസ് ബാക്ക്ഗ്രൗണ്ട് ഫിലോസഫി. UK ബാക്ക്ഗ്രൗണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ഫിലോസഫികളിലും ഉള്ളത്. Southwell has contributed several books to this discipline. ഒത്തിരി ബുക്സുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സം ഓഫ് ദം ആർ ദ ഇൻസ്റ്റൻസ് ഫിലോസഫി. അതിൽ ചിലതാണ് കീ തിങ്കേഴ്സ്, തിയറീസ്, ഡിസ്കവറീസ് ആൻഡ് ദ കൺസെപ്റ്റ് 2021. 50 philosophy of science ideas you really need to know 2030. Discrete dog, animals, machines and the problems of other minds 2020. What would Max do? How the greatest political theorists would solve your everyday problems 2018. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ബുക്സുകളാണ്. ഇനി എടുത്തു പറയുന്നത് ദ എക്സെപ്റ്റ് സെലക്റ്റഡ് ഫോർ ദിസ് യൂണിറ്റ് ഈസ് ടേക്കൺ ഫ്രം ഹിസ് ബുക്ക് 50 ഫിലോസഫി ഓഫ് സയൻസ് ഐഡിയാസ് യു റിയലി നീഡ് ടു നോ. അപ്പോൾ ഇതിൽ എടുത്തു പറയുന്നത്, ഇതിൻ്റെ ചുരുക്കെഴുത്തെന്ന് പറയുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അദ്ദേഹം എടുത്തിരിക്കുന്നത് 50 ഫിലോസഫി ഓഫ് സയൻസ് ഐഡിയാസ് യു റിയലി നീഡ് ടു നോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്, അതിൽ നിന്നാണ് ഈ യൂണിറ്റ് എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് ഈ യൂണിറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന യൂണിറ്റ് ഗേർത്ത് സൗത്ത്വെൽ എടുത്തിരിക്കുന്നത്. അതുപോലെ Southwell's is a vocal about the relevance of technology and it is a fast-paced evaluations in our contemporary lives. അദ്ദേഹം നമ്മുടെ സാങ്കേതിക വിദ്യകളിൽ, നമ്മുടെ സാങ്കേതിക വിദ്യയുടെ അതിൻ്റെ പ്രസക്തിക്കനുസരിച്ച് നമ്മുടെ സമകാലിക ജീവിതത്തിൽ അതിവേഗം വികസിക്കുന്ന സമകാലീന ജീവിതത്തിൽ അതിവേഗം വികസിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംഭവങ്ങൾ അതാണ് ശരിക്കും സൗത്ത്വെല്ല് ഇതിൽ കൂടി നമുക്ക് തുറന്നു കാണിക്കുന്നത്. അതുപോലെ ദ കണ്ടംപററി ലിവ്സ്, ഈ കാലഘട്ടത്തിൽ ഹി പ്രിപ്പയർ ഹിസ് റീഡേഴ്സ് ടു equip themselves to the changing expectations of the technology driven world. സാങ്കേതിക വിദ്യ നയിക്കുന്ന ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതീക്ഷകളെ നേരിടാൻ വേണ്ടി തൻ്റെ വായനക്കാരെ സജ്ജരാക്കാൻ അദ്ദേഹം അവരെ ഒരുക്കുകയാണ്, ഈ ലോകത്തിലേക്ക് അവരെ നയിക്കപ്പെടുകയാണ് അദ്ദേഹം ഈ ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ടൂറിംഗ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ടൂറിംഗ് ടെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിർണ്ണയിക്കുന്നതിനുള്ള കൃത്രിമ ബുദ്ധിയിലെ A1 അന്വേഷണ രീതിയാണ് ടൂറിംഗ് ടെസ്റ്റ്. ടൂറിംഗ് ടെസ്റ്റിൻ്റെ സ്ഥാപകനും ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും ജീവശാസ്ത്രജ്ഞനുമാണ് അലൻ ട്യൂറിംഗ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പരിശോധന അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ടൂറിംഗ് അവാർഡ് എന്നറിയപ്പെടുന്ന ഒരു അവാർഡുണ്ട്. അത് കമ്പ്യൂട്ടറിൽ ഇപ്പം സാഹിത്യത്തിനും അതിന് നോബൽ പ്രൈസ് കൊടുക്കും പോലെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ആൾക്ക് കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ അവാർഡാണ് ടൂറിംഗ് അവാർഡ് എന്ന് പറയുന്നത്. അപ്പം ടൂറിംഗ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിർണ്ണയിക്കുന്നതിനുള്ള കൃത്രിമ ബുദ്ധിയിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അന്വേഷണ രീതിയാണ് ടൂറിംഗ് ടെസ്റ്റ്. ടൂറിംഗ് ടെസ്റ്റിൻ്റെ സ്ഥാപകനും ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായ സൈദ്ധാന്തിക ജീവശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിങ്ങിൻ്റെ പേരിലാണ് ഈ പരിശോധന അറിയപ്പെടുന്നത്.
പിന്നെ യൂണിവേഴ്സൽ ടൂറിംഗ് മെഷീൻ അതിനെക്കുറിച്ച്, പിന്നെ സ്പീഡ് ആൻഡ് പെർഫോമൻസ്, എഐയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്പീഡും അതിൻ്റെ പെർഫോമൻസുകളും, പിന്നെ അത് എത്രത്തോളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്ട്രോങ് ആണോ വീക്കാണ് എന്നുള്ളതിനെക്കുറിച്ച്, പിന്നെ ഡീപ്പ് ബ്ലൂവിനെ കുറിച്ചും, പിന്നെ എന്താണ് കൺസെപ്റ്റ് ലൈക്ക് തിങ്കിങ്, ഡിസിഷൻസ് മേക്കിംഗ് ആൻഡ് കൺസിഷൻസ് വിത്തിൻ ദ കോണ്ടാക്സ്റ്റ് ഓഫ് ദ എഐ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രത്തോളം നമുക്ക് ബോധം നമുക്ക് തരുന്നു എന്നുള്ളതിൻ്റെ, അതിന് എത്രത്തോളം ചിന്തിക്കാൻ കഴിയുമെന്നുള്ളത് അതിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഈ പാഠത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഫിലോസഫി ഉണ്ട്, ഇതിൽ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഇതിനൊരു തത്വജ്ഞാനമുണ്ട്, ഇതിനൊരു ശാസ്ത്രമുണ്ട്, ഇതിനൊരു ആത്മീയതയുണ്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധമാണ്. അതാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക്, വാട്ട് ആർ ദ 2 questions ആസ്ക്ഡ് ബൈ ദ ഓഥർ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി എക്സ്ട്രാക്റ്റ്. 2 ക്വസ്റ്റ്യനുകൾ ഇതിൽ നമ്മുടെ ഓഥർ ചോദിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. 2 ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുന്നത്. അതിൽ ഒന്ന്, ക്യാൻ എ കമ്പ്യൂട്ടർ തിങ്ക്, ക്യാൻ എ മെഷീൻ ബി കോൺഷ്യസ്. ഇത് കമ്പ്യൂട്ടറിന് ചിന്തിക്കാൻ കഴിയുണ്ടോ, അതിന് ബോധമുണ്ടോ, ഈ മെഷീന് ബോധമുണ്ടോ, ബോധത്തോടെ ഇരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ദ ഹൂ ഈസ് ദ ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യൻ സൗത്ത് റെഫേഴ്സ് ടു. ആരാണ് ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യനെ കുറിച്ച്, ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യനായ സൗത്ത് വെല്ല് നമുക്ക് പറഞ്ഞു തരുന്ന ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യൻ ആരാണ്? അലൻ ടൂറിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്, ഫിലോസഫറാണ്, തത്വജ്ഞാനിയാണ്, അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് അലൻ ടൂറിംഗ്. വാട്ട് വാസ് ദ യൂണിവേഴ്സൽ ടൂറിംഗ് മെഷീൻ എൻവിസ്ഗേജ്ഡ് ടു സിമുലേറ്റ്. എന്താണ് യൂണിവേഴ്സൽ ടൂറിംഗ് മെഷീനെ കുറിച്ച് പറയുന്നത്? അത് ശരിക്കും പറയുന്നത്, വാട്ട് ഡസ് ദ എക്സെപ്റ്റ് സേ അബൌട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ ഫാക്ട്, ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ എന്ന് പറയാനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫാക്റ്റാണ്, ഒരു ഘടകമാണ്. അപ്പോൾ എന്താണ് ആൻസർ? ട്രൂ, അതെ, ഒരു ഘടകമാണ്. അടുത്തത്, വാട്ട് ഡസ് ദ കമ്പ്യൂട്ടർ ഇൻ്റലിജൻസ് റിഫ്ലക്റ്റ്. എന്താണ് കമ്പ്യൂട്ടർ ഇൻ്റലിജൻസിൻ്റെ റിഫ്ലക്റ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇൻജുനിറ്റി, ചാതുര്യം, വൈഭവം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അടുത്തത്, വാട്ട് വാസ് ദ മെഷീൻസ് ഡെവലപ്ഡ് ബൈ അലൻ ടൂറിംഗ് ഡിസൈൻഡ് ടു ബ്രേക്ക്. എന്താണ് അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്തത്? ജർമ്മൻ എനിഗ്മ മെഷീനെയാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തത്. ഹൂ വാസ് ദ ചെസ് ചാമ്പ്യൻ ഡിഫീറ്റഡ് ബൈ എ സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ഗെയിം ഓഫ് ദ ചെസ് ഈസ് 1997. ആരാണ് ചാമ്പ്യൻ ആയതെന്ന്, ചെസ് ചാമ്പ്യൻ ആയത് ആരാണെന്ന്? കാരി ഗാസ്പ്രോയാണ്. അടുത്തത്, വാട്ട് ഈസ് ദ UTM. എന്താണ് UTM? യൂണിവേഴ്സൽ ടൂറിംഗ് മെഷീൻ. യൂണിവേഴ്സൽ ടൂറിംഗ് മെഷീനാണ് എന്തോന്ന് പറയുന്നത്? UTM എന്ന് പറയുന്നത്.